ആ അപ്പം നോക്കിയേ, എല്ലാവരും വോട്ട് ചെയ്യട്ടെ, എനിക്കിതൊന്നുമില്ലല്ലോ, എനിക്കിതൊന്നുമില്ല, എൻ്റെ വോട്ടർ ലിസ്റ്റ് പേരുമില്ല, ഒന്നുമില്ല, ഞാൻ പോകാറില്ല, ഒരു രാഷ്ട്രീയമായിട്ട് എനിക്ക് ബന്ധമില്ല, ഒരു വ്യക്തികളോടും എനിക്ക് പ്രത്യേകിച്ച് മമത കുറവോ ഇല്ല. സ്വർഗത്തിലെ സിറ്റിസനാ. ഞാൻ സ്വർഗത്തിൽ, എനിക്ക് നല്ല ഉറപ്പുണ്ടാക്കാറില്ല. എൻ്റെ പൗരത്വം സ്വർഗത്തിൽ ആൾക്കാർ എനിക്ക് ഉറപ്പുണ്ട്. ഭൂമിയിൽ പൗരത്വം ഇല്ല, എനിക്കില്ല. ആദ്യം ഇപ്പം ഇവിടെ ഇപ്പം വോട്ടർ ലിസ്റ്റ് പേരുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ആശ്രയിച്ചല്ല. എൻ്റെ മുമ്പ് പറഞ്ഞാൽ ഉയരത്തിലുള്ളത് ഞാൻ ചിന്തിക്കുന്നെങ്കിൽ എൻ്റെ പൗരത്വം ഇവിടെ. കർത്താവ് പറഞ്ഞു, നിന്റെ നിക്ഷേപം ഇരിക്കുന്നത് നിന്റെ ഹൃദയവും. നിന്റെ ഹൃദയം എവിടെ ഇരിക്കുന്നത്? അവിടെയാണ്. മുമ്പ് പറഞ്ഞാൽ നീ വിവാഹനിശ്ചയം കഴിക്കപ്പെട്ട പെൺകുട്ടി യഥാർത്ഥമായിട്ടും അവിടെ ഹൃദയം മുഴുവൻ അവിടെ അല്ലേ? അവൾ കണ്ടിട്ടില്ല, ആരാണ്ട് പറഞ്ഞ അറിവേ ഉള്ളൂ. എടാ കോഴിക്കോട്ടെ അതിൻ്റെ ഭർത്താവ്, അവൻ്റെ വീട് ഇങ്ങനെ, അത്രയൊക്കെ അറിവുള്ളൂ. പക്ഷേ അതൊന്ന് ചെന്ന് കാണാനുള്ള കൊതിയല്ലേ അവൾക്ക്. അന്നേരം അപ്പം പറയടി മോളെ, നമ്മുടെ ഈ ടൈൽസ് എല്ലാം മാറ്റി ഗ്രാൻഡ് ഇടുക, ഇവളെന്താ അപ്പം ഗ്രാൻഡ് ഇടുക, സ്വർണ്ണം പോയി, എനിക്ക് എന്നാ അവൾ ഹൃദയത്തിൽ പറയത്തുള്ളൂ. കാരണം അവൾ ഈ വീട് വിട്ടു, സ്നാനമേറ്റ വ്യക്തി ഈ ഭൂമി വിട്ടു. ഈ ഭൂമി പിന്നെ ഞാൻ അധികാരത്തിന് ഇലക്ഷൻ നിൽക്കുമോ? ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് പോകുമോ? ഇതൊന്നും വിശ്വാസമില്ലാതെ വെറുതെ പെന്തക്കോസ്തുകളിൽ പോവാ. വെറുതെ പോവാ. എന്നിട്ട് ഇവിടെ ഇപ്പം പെന്തക്കോസ്തുകാരും കൂടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ പോവാ. എന്തോ ഗവൺമെന്റിൽ നിന്ന് അവകാശം പിടിച്ചെടുക്കാൻ. എടാ എൻ്റെ അവകാശം അവിടെ, ഇവിടെ എനിക്ക് എന്താ ഉള്ളേ? ഇതെല്ലാം വിശ്വാസം നഷ്ടപ്പെടുത്തി, വിശ്വാസമില്ലായ്മ. ഇതില്ല. ഇവരൊക്കെ എന്താണ്, സ്വർഗരാജ്യം മണവാളന്റെ ഭവനത്തെ വിട്ടുകളഞ്ഞവരാ. അവര് നിൽക്കട്ടെ, അവര് വിശ്വാസം, അവർ ഈ ലോകത്തിനെ അന്വേഷിക്കുന്നില്ല. നമ്മൾ തുടങ്ങി എന്താണ്, നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ, ഈ ലോകത്തിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പാന്. അവർ ഉയരത്തിലുള്ളത് ഇനി നോക്കി ഇലക്ഷൻ കഴിയുന്നിടം വരെ അവർക്ക് എന്തുണ്ടോ? അവർക്ക് വചനവുമില്ല, കർത്താവുമില്ല, ഒന്നുമില്ല. അവർ എങ്ങനെയും ജയിക്കാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞു കൊടുക്കല്ലേ. എല്ലാവർക്കും ക്ഷയിക്കാൻ കൊടുത്ത എല്ലാ കള്ളങ്ങളും പറയും. അമ്പലത്തിലും പോയി പ്രാർത്ഥിക്കുമ്പോൾ, കാരണം അവിടുന്ന് 2 വോട്ട് കിട്ടാൻ. ഇപ്പം ഞാൻ സാറൊരു ഹിന്ദുവാണെന്ന് പറയുക, സാർ ഇവിടെ ഒരു ഗോപുരവും അമ്പലവും ഒക്കെ വെച്ചിട്ട് ഇവിടെ മണിയടിയും പാട്ടും പ്രാർത്ഥനയാണെങ്കിൽ, ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വോട്ട് ചോദിക്കാൻ ഇവിടെ വരുമ്പോൾ സാറ് പൂജ പറയും, സാറേ ഞാനിവിടെ നമസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞ് കയറി കൂടെ നമസ്കരിക്കും. ഇവിടം കൊണ്ട് തീരെയല്ല, ഇവിടം കൊണ്ട് ഇതെല്ലാം തീരെയാ. പോഷന്മാരെന്ന് പറഞ്ഞാൽ ഇവരാ. സത്യം അറിഞ്ഞിട്ടും അതിനെ നഷ്ടപ്പെടുത്തി കിടന്ന പോഷന്മാർ വേറെ ഇല്ലുണ്ടോ? സത്യം അറിയാത്തൊരു പൊക്കോട്ടെ, കുഴപ്പമില്ല.